നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. റൂട്ടി യു ബ്യൂട്ടി, എന്തൊരു സെഞ്ചുറിയാണത്, എന്തൊരു മാന്ത്രിക ബാറ്റിംഗ് ആണത്. ഓ, ക്ലാസിക് ഇന്നിങ്സ്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ആരാധകരെന്ന നിലയിൽ മനസ്സ് നിറഞ്ഞ നിമിഷമാണത്. ഒടുവിൽ ഓസ്ട്രേലിയയിൽ പോയി റൂട്ട് സെഞ്ചുറി അടിച്ചിരിക്കുന്നു. ജോ റൂട്ടിൻ്റെ സെഞ്ചുറി ഓസീസ് മണ്ണിൽ അത് നടക്കില്ല എന്ന് കരുതിയ ആ സെഞ്ചുറി അദ്ദേഹം ഇതാ നടത്തിയെടുത്തിരിക്കുന്നു. കൈയടിക്കണം മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഈ നേട്ടത്തിന്. സാക്ഷാൽ വസീം അക്രമിനെ മറികടന്നിരിക്കുകയാണ്. പുത്തൻ റെക്കോർഡാണ്. അതൊരു ഭാഗത്ത് 6 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. കഴിഞ്ഞ ടെസ്റ്റിലും അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനമുണ്ടായിരുന്നു. പിന്നെ പിങ്ക് ബോൾ കൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എബിലിറ്റി ഉള്ള ആളാണ്. അത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹം 6 വിക്കറ്റ് എടുക്കുകയുണ്ടായി. ഏതായാലും ബ്രിസ്ബെയിനിൽ ഓസ്ട്രേലിയ കളി പിടിച്ചു എന്ന് കരുതിയെടുത്തു നിന്ന് ആർച്ചർ അപ്രതീക്ഷിതമായിട്ടൊരു സപ്പോർട്ടാണ് റൂട്ടിക്ക് അവിടെ ലഭിക്കുന്നത്. ആ സപ്പോർട്ടിൽ ഇംഗ്ലണ്ട് 325-9 എന്ന നിലയിലാണ് ദിവസം അവസാനിപ്പിച്ചത്. 74 ഓവറെ ആ ദിവസം പന്തെറിഞ്ഞുള്ളൂ. എന്നാലും ഈ ഒരു ഇന്നിങ്സ്, ഈ ഒരു കൂട്ടുകെട്ട് വന്നതോടുകൂടി കളിയുടെ മൊമെൻറ്റോ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കയ്യിലാണ് എന്ന് പറയേണ്ടി വരും. ഏതായാലും നമുക്ക് കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു പോകണം. വസീം അക്രത്തിൻ്റെ റെക്കോർഡ്, അതായത് ഒരു ലെഫ്റ്റ് ആം ബൗളർ, പേസ് ബൗളർ ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുക്കുന്ന ഏറ്റവും ഉയർന്ന വിക്കറ്റ്, ആ റെക്കോർഡ് ഇതാ മറികടന്നിരിക്കുന്നു മിച്ചൽ സ്റ്റാർക്ക്. പക്ഷേ സ്റ്റാർക്ക് കളിക്ക് ശേഷം പറഞ്ഞത് വസീം ഈസ് സ്റ്റിൽ ദി പിന്നക്കിൾ ലെഫ്റ്റ് ആമ, ഐ തിങ്ക് ഹീ ഈസ് സ്റ്റിൽ ബെറ്റർ എന്നാണ്. അതാണ് സ്റ്റാർക്കിൻ്റെ ഒരു വിനയം, ബഹുമാനം ഒക്കെ കൃത്യമായിട്ട് കണ്ടു. വസീം അക്രം സ്റ്റിൽ ദി ബെസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഏറ്റവും മികച്ചൊരു ഇന്നിങ്സ് നമ്മൾ ജോ റൂട്ടിൽ നിന്ന് കണ്ടു. ഫൈനലി അദ്ദേഹം ഓസ്ട്രേലിയ ഇതാ ഒരു സെഞ്ചുറി നേടിയിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഗ്രേറ്റസ്റ്റ് ഇംഗ്ലണ്ട് ബാറ്റർ എവർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഒരു ഐക്കോണിക് മൊമെൻ്റാണ്, ആഷസ് ഹിസ്റ്ററിയിൽ ഐക്കോണിക് മൊമെൻ്റാണ്. ഈ ഒരു സെഞ്ചുറി ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറിയാണ്. അപ്പോൾ അദ്ദേഹം 24 സെഞ്ചുറികൾ ഇംഗ്ലണ്ടിൽ വെച്ച് നേടിയിട്ടുണ്ട്. 4 സെഞ്ചുറികൾ വെസ്റ്റ് ഇൻഡീസിൽ വെച്ചും 3 സെഞ്ചുറികൾ ഇന്ത്യയിലും ന്യൂസിലാൻഡിലും ശ്രീലങ്കയിലും വെച്ച് 3 വീതം സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിലും പാകിസ്ഥാനിലും നേരത്തെ ഒരു സെഞ്ചുറി നേടിയിരുന്നു. ഇതാ ഇപ്പോൾ ഓസ്ട്രേലിയയിലും അദ്ദേഹത്തിൻ്റെ വക സെഞ്ചുറി പിറന്നിരിക്കുന്നു. ഇപ്പോൾ ഫാബ് ഫോർ എന്ന് നമ്മൾ പറയാറുള്ളവരില്ലേ, റൂട്ട്, വില്യംസണ്, സ്മിത്ത്, കോഹ്ലി, ഇതിൽ ഏറ്റവും അധികം സെഞ്ചുറി, ടെസ്റ്റ് സെഞ്ചുറി ഉള്ളത് സംശയം വേണ്ട, അത് ജോ റൂട്ടിന് തന്നെയാണ്. 160 കളികളിൽ നിന്ന് അദ്ദേഹം 40 സെഞ്ചുറിയുമായിട്ട് നിൽക്കുന്നു. 121 കളികളിൽ നിന്ന് 36 സെഞ്ചുറിയാണ് സ്മിത്തിനുള്ളത്. 106 കളികളിൽ നിന്ന് 33 സെഞ്ചുറിയാണ് കെൻ വില്യംസനുള്ളത്. 123 കളികളിൽ നിന്ന് 30 സെഞ്ചുറിയാണ് വിരാട് കോഹ്ലിക്കുള്ളത്. സോ റൂട്ടിയാണ് ഫാബ് ഫോറിൽ സെഞ്ചുറിയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത്. അദ്ദേഹം മികച്ച പ്രകടനം, ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം 23 ടെസ്റ്റ് സെഞ്ചുറികൾ നേടി. അതൊരു വല്ലാത്ത കണക്കാണ്. 5 ഇയറിനിടയിൽ 23 ടെസ്റ്റ് സെഞ്ചുറികൾ. 2021 6 സെഞ്ചുറി, 2022 5 സെഞ്ചുറി, 2023 2 സെഞ്ചുറി, 2024 6 സെഞ്ചുറി, 2025 ഓൾറെഡി 4 സെഞ്ചുറികൾ. റൂട്ടിയെ സംബന്ധിച്ചിടത്തോളം 202 പന്തുകളിൽ നിന്ന് 135 റൺസ്. ഇതൊരു വല്ലാത്ത ഇന്നിങ്സ് ആണെന്നേ. കാരണം 5 റൺസിന് 2 വിക്കറ്റ് വീണ് ഇംഗ്ലണ്ട് തപ്പി തടയുന്നിടത്ത് നിന്നാണ് അദ്ദേഹം തൻ്റെ സെഞ്ചുറിയുമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. 9 വിക്കറ്റിന് 325 എന്ന രൂപത്തിൽ ഇംഗ്ലണ്ട് ഇന്നത്തെ കളി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് റൂട്ടിയുടെ മികവിൽ തന്നെയാണ്. ഓസ്ട്രേലിയ അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറി മാത്രമല്ല, ഓസ്ട്രേലിയയിൽ അദ്ദേഹം 1000 ടെസ്റ്റ് റൺസും ഇവിടെ കുറിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ് എന്നേ പറയാനുള്ളൂ. ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ബ്രിസ്ബെയിനിൽ. തീർച്ചയായിട്ടും പിങ്ക് ബോൾ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് തീരുമാനിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ഫൈനൽ അവർ ഉണ്ടല്ലോ, ഓപ്പണിംഗ് ഡേയുടെ ഫൈനൽ അവറിൽ റൂട്ട് വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ 40ാമത്തെ ടെസ്റ്റ് സെഞ്ചുറി കുറിക്കുകയും ചെയ്തിടത്താണ് ഈ കളി ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. നോക്കുക, ഇപ്പോൾ നമ്മൾ മൊത്തം ഇങ്ങനെ റൂട്ടിനെ പറ്റി മാത്രം പറയല്ലേ എന്ന് പറയാൻ ആളുണ്ടാവും. ശരിയാണ്, മിച്ചൽ സ്റ്റാർക്കിൻ്റെ ബൗളിംഗ് അത് വളരെ മികച്ചതായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാരെ അദ്ദേഹം ശരിക്കും ബുദ്ധിമുട്ടിച്ചു. 71 റൺസിന് അദ്ദേഹം 6 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് പുത്തൻ റെക്കോർഡിലേക്കും പോയി. പക്ഷേ ഈ പെർത്തിലെ ഒരു വീഴ്ചയ്ക്ക് ശേഷം
ബ്രിസ്ബെയിനിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കുക 325-9 എന്ന് പറയുമ്പോൾ 2018 ശേഷം ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 300 റൺസ് ഒരു ഇന്നിങ്സിൽ അടിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പം ബെൻ സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം ടോസ് ലഭിച്ച് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ മികച്ചൊരു സ്റ്റാർട്ട് പ്രതീക്ഷയാണ്. പക്ഷേ 15 പന്തുകൾ നേരിട്ടപ്പോഴേക്കും 5 റൺസിന് 2 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് ഇംഗ്ലണ്ട് പോയി. വെണ്ടക്കറ്റ് പുറത്താകുന്നു, ഒലി പോപ്പ് പുറത്താകുന്നു, 2 പേര് ഡെക്കായിട്ട് മടങ്ങുന്നത്, തുടരെ ഡെക്കായിട്ട് മടങ്ങുന്നതാണ് ഇംഗ്ലണ്ട് തുടക്കത്തിലേ കണ്ടത്. പക്ഷേ ജോ റൂട്ട് 3rd വിക്കറ്റിൽ സാക് ക്രോളിക്കൊപ്പം വളരെ മികച്ച രൂപത്തിലൊരു കൂട്ടുകെട്ടുണ്ടാക്കി, ഒരു സെഞ്ചുറി സ്റ്റാൻഡ് ഉണ്ടാക്കി. അതിൽ 93 പന്തിൽ നിന്ന് 76 റൺസാണ് സാക് ക്രോളി അടിച്ചത്. കഴിഞ്ഞ ടെസ്റ്റിലെ മോശം പ്രകടനം അദ്ദേഹം ഇവിടെ പ്രായശ്ചിത്തം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇംഗ്ലണ്ട് അങ്ങനെ ശക്തമായിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്തു. പക്ഷേ അവരുടെ ആ ഒരു അഗ്രസീവ് ഇൻറ്റൻഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും അവർക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ലൈറ്റ്സ് ഓൺ ആവുന്നതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റുകൾ വീഴുന്നു. അണ്ടർ ലൈറ്റ് അവർ 54 റൺസിൽ 5 വിക്കറ്റ് നഷ്ടപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി. അങ്ങനെ ഓസ്ട്രേലിയ കളി പിടിക്കുന്നു, സ്റ്റംസിലേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ അവർക്ക് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചേക്കും. അതെങ്ങനെ അവർ തരണം ചെയ്യും, ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സ് എന്നൊക്കെ തോന്നുന്ന ഘട്ടത്തിലാണ് നമ്പർ 11 ആയിട്ട് വന്ന ജോഫ്രെ ആർച്ചറുടെ കിടിലനൊരു സപ്പോർട്ട് കിട്ടുന്നത് ജോ റൂട്ടിന്. അദ്ദേഹം അപ്പം ജോ റൂട്ടിനോടൊപ്പം വേഗത്തിൽ സ്കോർ ചെയ്തു പോകുന്ന ഒരു ജോഫ്രെ ആർച്ചറെ നമ്മൾ കണ്ടു. 61 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് അവസാന വിക്കറ്റിൽ അവരിട്ടിട്ടുണ്ട്. അതാണിപ്പോൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് നോക്കാം. ഇംഗ്ലണ്ടിന് തുടക്കത്തിലെ തിരിച്ചടിയേറ്റു. സ്റ്റാർക്കിൻ്റെ പന്തിൽ ലബുഷേൻ പിടിച്ച് ബെൻഡക്കറ്റ് ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങുന്നു. ഒലി പോപ്പ് 3 പന്തുകളിൽ നിന്ന് ഡെക്കായി സ്റ്റാർക്ക് മടക്കി വിടുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് നേരത്തെ പറഞ്ഞ പോലെ 5 റൺസിന് 2 വിക്കറ്റ് എന്ന രൂപത്തിലെത്തി. സാക് ക്രോളിയും ജോ റൂട്ടും ചേർന്നുള്ള തകർപ്പൻ കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 122 സ്കോർ എത്തിയതിനു ശേഷമാണ് സാക് ക്രോളി മടങ്ങുന്നത്. ക്രോളി 93 പന്തുകളിൽ നിന്ന് 11 ഫോറുകളുടെ സഹായത്തോടെ 76 റൺസ് അടിച്ചിരുന്നു. മൈക്കൽ നെസറിൻ്റെ പന്തിൽ ക്യാരി പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത്. ജോ റൂട്ടിന് കൂട്ടായിട്ട് ഹാരി ബ്രൂക്ക്, ഒടുവിൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ സ്മിത്ത് പിടിച്ച് ഹാരി ബ്രൂക്ക് മടങ്ങുന്നു. 31 റൺസാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത്. ബെൻ സ്റ്റോക്സ് റണ്ണൌട്ട് ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 49 പന്തിൽ നേരിട്ട നായകൻ 19 റൺസാണ് അടിച്ചത്. തൊട്ടു പിന്നാലെ ജെയ്മി സ്മിത്ത് ഡെക്കായിട്ട് മടങ്ങി. ഇംഗ്ലണ്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച. ഓൾറൗണ്ടർ വിൽ ജാക്സിൻ്റെ ഒരു സംഭാവന 19 റൺസാണ് അദ്ദേഹം അടിച്ചത്. പക്ഷേ സ്റ്റാർക്ക് അദ്ദേഹത്തെ മടക്കി വിട്ടു. ഗസ് അറ്റ്കിൻസൺ 4 റൺസുമായിട്ട് മടങ്ങി. ബ്രേഡൻ കാർസ് ഡെക്കായിട്ട് പോയി. എന്നാലും ഒരു ഭാഗത്ത് അടിയുറച്ച് നിന്ന് തൻ്റെ സെഞ്ചുറിയും പൂർത്തിയാക്കി ജോ റൂട്ടിൻ്റെ പ്രയാണം 202 പന്തുകൾ 15 ഫോറും ഒരു 6 അടക്കം അദ്ദേഹം 135 റൺസ് അടിച്ച് സ്റ്റിൽ ക്രീസിൽ 11ാമനായി വന്ന ജോഫ്രെ ആർച്ചർ 26 പന്തിൽ നിന്ന് 1 ഫോറും 2 6 അടക്കം 32 റൺസ് അടിച്ച് കട്ടക്ക് കൂടെയുണ്ട്. നാളെ രാവിലെ ഒരു പക്ഷേ ആദ്യ പന്തിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചേക്കാം. അതല്ല, ഇവർ രണ്ടുപേരും ചേർന്ന് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയേക്കാം. ഓൾറെഡി ഇംഗ്ലണ്ട് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ മികവിലേക്ക് പോയിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും. 325 എന്നുള്ളത് മികച്ചൊരു സ്കോർ തന്നെയാണ്. ഓസ്ട്രേലിയയുടെ ബൗളിങ്ങിൽ മിച്ചൽ സ്റ്റാർക്കാണ് എല്ലാം. 19 ഓവർ 71 റൺസ് അദ്ദേഹം 6 വിക്കറ്റ് എടുത്തപ്പോൾ മൈക്കൽ നെസർ 14 ഓവറിൽ 43 റൺസ് ഒരു വിക്കറ്റ് എടുത്തു. സ്കോട്ട് ബോളണ്ട് 19 ഓവറിൽ 87 റൺസിന് ഒരു വിക്കറ്റ് എടുത്തു. ബെൻ ഡോഗറ്റിനും കാമറൺ ഗ്രീനും വിക്കറ്റുകളില്ല. ഏതായാലും നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലായിരിക്കും. ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാനായിരിക്കും ഓസ്ട്രേലിയയും ശ്രമിക്കുക. നല്ലൊരു പോരാട്ടത്തിന് ഫൗണ്ടേഷനായി കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് 20.